കൊച്ചി നഗരം അന്ന് പതിവിലും നേരത്തെ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. പനമ്പിള്ളി നഗറിലെ ആഡംബര ഫ്ളാറ്റുകൾക്കിടയിലൂടെ വീശിയടിച്ച തണുത്ത കാറ്റിന് എന്തോ ഒരു അസ്വാഭാവികതയുള്ളതുപോലെ. രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ടാകും. അസിസ്റ്റന്റ് കമ്മീഷണർ ഐസക് ജോൺ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ആ ഫ്ളാറ്റ് സമുച്ചയത്തിന് മുന്നിൽ വന്നിറങ്ങുമ്പോൾ അവിടെ ലോക്കൽ പോലീസ് തടിച്ചുകൂടിയിരുന്നു. 10ാം നിലയിലെ ആ മുറിയിലേക്ക് കടക്കുമ്പോൾ ഐസക്കിന്റെ കണ്ണുകൾ ആദ്യം ഉടക്കിയത് ചുവരിലെ ആ വിചിത്രമായ അടയാളത്തിലേക്കാണ്. രക്തം കൊണ്ടാണോ ചായം കൊണ്ടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചുവന്ന നിറത്തിൽ വരച്ചു ചേർത്ത ഒരു ചിഹ്നം. അതിന് താഴെ കൃത്യമായി എഴുതിയിരിക്കുന്നു 2:17. മുറിക്കുള്ളിൽ മൃതദേഹം കിടക്കുന്നത് വളരെ ക്രൂരമായ രീതിയിലാണ്. പക്ഷേ ആ മുറിവുകൾക്ക് ഒരു കൃത്യതയുണ്ട്. ഒരു സർജന്റെ കയ്യിലുള്ള ലാഘവത്തോടെയാണ് ആ കൃത്യം നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. യാതൊരുവിധ മൽപ്പിടുത്തവും നടന്ന ലക്ഷണങ്ങളില്ല. ഒരു സാധാരണ കൊലപാതകമായി ഇതിനെ കാണാൻ ഐസക്കിന്റെ മനസ്സ് അനുവദിച്ചില്ല. ശത്രുക്കളോ സാമ്പത്തിക ഇടപാടുകളോ ആകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. പക്ഷേ ആ ചുവരിലെ ചിഹ്നവും സമയവും ഐസക്കിന്റെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. അടുത്ത 4 ദിവസം നഗരം ശാന്തമായിരുന്നു. എന്നാൽ 5ാം ദിവസം പുലർച്ചെ ആലുവയിലെ ഒരു പഴയ ഗോഡൌണിൽ നിന്ന് അടുത്ത ഫോൺ കോൾ വന്നു. അവിടെ കണ്ട കാഴ്ച ഐസക്കിനെ ഞെട്ടിച്ചു കളഞ്ഞു. സ്ഥലം മാറി, ഇര മാറി, പക്ഷേ രീതി മാറിയില്ല. അതേ ക്രൂരത, അതേ കൃത്യത. ചുവരിൽ വീണ്ടും അതേ വിചിത്രമായ ചിഹ്നം. താഴെ രക്തവർണ്ണത്തിൽ അതേ സമയം എഴുതിയിരിക്കുന്നു 2:17. നഗരത്തിൽ ഒരു സീരിയൽ കില്ലർ ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മാധ്യമങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങി. ഐസക് ജോണിന് മേൽ സമ്മർദ്ദം ഏറിവന്നു. തെളിവുകളില്ല, വിരലടയാളമില്ല, ഇരകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആകെയുള്ളത് ഒരു സാക്ഷിമൊഴിയാണ്. സംഭവസ്ഥലത്തു നിന്ന് ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടെന്ന ഒരു വഴിയാത്രക്കാരന്റെ മൊഴി പ്രകാരം പോലീസ് ഒരു രേഖാചിത്രം തയ്യാറാക്കി. ആ രേഖാചിത്രം കേരളത്തിലുടനീളം പ്രചരിച്ചു. അന്വേഷണം ഊർജിതമായതോടെ പാലക്കാട് അതിർത്തിയിൽ വെച്ച് ആളെ തിരിച്ചറിഞ്ഞു. കൃത്യം നടന്ന സമയത്ത് ഇയാൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് ഉറപ്പിച്ചു. എന്നാൽ അവിടെയാണ് ആ കേസിനെ തകിടം മറിച്ച ആദ്യത്തെ വഴിത്തിരിവുണ്ടായത്. കൊലപാതകം നടന്ന അതേ നിമിഷം സംശയിക്കപ്പെടുന്ന ആൾ ഇവിടുന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ഒരു ടോൾ പ്ലാസയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നു. ഒരേ സമയം ഒരാൾക്ക് എങ്ങനെ രണ്ടിടത്ത് ഉണ്ടാകാൻ കഴിയും? പോലീസിനെ പരിഹസിക്കുന്നത് പോലെ മൂന്നാമതൊരു കൊലപാതകം കൂടി നടന്നു. പാറ്റേണിൽ മാറ്റമില്ല. ജനങ്ങൾ ഭീതിയിലായി. തുടർച്ചയായ തിരച്ചിലിനൊടുവിൽ 4ാമത്തെ കൊലപാതകത്തിന് തൊട്ടുപിന്നാലെ ഒരാളെ പോലീസ് സാഹസികമായി പിടികൂടി. ഐസക്കിന് മുന്നിലിരിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് ഒരുതരം മരവിപ്പായിരുന്നു. അയാൾ കുറ്റം സമ്മതിച്ചു. പക്ഷേ അയാൾ പറഞ്ഞ വാക്കുകൾ ഐസക്കിനെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. എനിക്ക് അയാളെ അറിയില്ല സർ, എനിക്ക് നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. ഒരു അജ്ഞാത അക്കൗണ്ടിൽ നിന്ന് ഡാർക്ക് വെബ് വഴി ലഭിച്ച സന്ദേശങ്ങൾ അയാൾ കാട്ടിക്കൊടുത്തു. ആരെ കൊല്ലണം, എങ്ങനെ കൊല്ലണം, ചുവരിൽ എന്തടയാളം വരയ്ക്കണം, ഏത് സമയത്ത് കൃത്യം ചെയ്യണം എന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ. വെറുമൊരു കളി പോലെയാണ് അയാൾ അത് ചെയ്തത്. പണത്തിനു വേണ്ടി, അല്ലെങ്കിൽ ആവേശത്തിനു വേണ്ടി. പ്രതി പിടിയിലായതോടെ കേസ് തീർന്നു എന്ന് എല്ലാവരും കരുതി. പക്ഷേ ഐസക്ക് മാത്രം സമാധാനിച്ചില്ല. കാരണം ആ പ്രതി ജയിലിൽ കിടക്കുമ്പോൾ തന്നെ നഗരത്തിന്റെ മറ്റൊരു കോണിൽ 5ാമത്തെ കൊലപാതകം നടന്നു. അതേ ചിഹ്നം, അതേ സമയം. ഐസക്കിന് കാര്യം പിടികിട്ടി. ഇതൊരാളല്ല, ഇതൊരു കൂട്ടമാണ്. ഈ കൊലയാളികൾക്ക് പരസ്പരം അറിയില്ല. അവർക്കെല്ലാം നിർദ്ദേശം നൽകുന്നത് ഒരാളാണ്, ഒരു അജ്ഞാതൻ. നഗരത്തിലെ ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നയാൾ പോലും അടുത്ത ഇരയോ കൊലയാളിയോ ആകാം. ഐസക് ജോൺ തന്റെ ടീമിനൊപ്പം ആ അജ്ഞാത അക്കൗണ്ട് പിന്തുടർന്നു. സൈബർ സെല്ലിലെ വിദഗ്ധനായ കൺസൾട്ടന്റിന്റെ സഹായത്തോടെ ഓരോ നീക്കവും നിരീക്ഷിച്ചു. അന്വേഷണം എത്തിനിൽക്കുന്നത് 7ാമത്തെ ഇരയിലേക്കാണ്. ആ കൊലപാതകം തടഞ്ഞാൽ മാത്രമേ ഹാൻഡലറെ പിടിക്കാൻ കഴിയൂ. ഒടുവിൽ ആ IP അഡ്രസ് ട്രാക്ക് ചെയ്ത ഐസക് എത്തിയത് അവിശ്വസനീയമായ ഒരു സത്യത്തിലേക്കാണ്. ആ അക്കൗണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്രിമിനൽ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പ്രവർത്തിപ്പിക്കുന്നത് പുറത്തുള്ള ഒരാളല്ല. പോലീസിനെ അന്വേഷണത്തിൽ സഹായിച്ചുകൊണ്ടിരുന്ന അതേ സൈബർ കൺസൾട്ടന്റായിരുന്നു ആ നിഴൽ രൂപം. പോലീസിന്റെ ഓരോ നീക്കവും മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അയാൾ കൊലയാളികളെ റിക്രൂട്ട് ചെയ്തു. സാമ്പത്തികമായി തകർന്നവരെയും മാനസികമായി തളർന്നവരെയും കണ്ടെത്തി അവർക്ക് ലക്ഷ്യബോധം നൽകി. അയാൾ ഒരിക്കൽ പോലും ആരെയും നേരിട്ട് കണ്ടില്ല. ഒരു കൊലപാതകം പോലും സ്വന്തം കൈകൊണ്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അയാൾ അദൃശ്യനായിരുന്നു. തന്റെ ബുദ്ധിശക്തിയിൽ അഭിരമിച്ച് അയാൾ പോലീസിനെ വട്ടം കറക്കുകയായിരുന്നു. ഐസക് അയാളെ ചങ്ങലക്കിട്ടു. സൈബർ ലോകത്തെ ആ സെർവർ എന്നേക്കുമായി ഷട്ട് ഡൗൺ ചെയ്തെന്ന് പോലീസ് പ്രഖ്യാപിച്ചു. നഗരം വീണ്ടും സമാധാനത്തിലേക്ക് മടങ്ങി. പക്ഷേ അർദ്ധരാത്രിയിൽ എവിടെയോ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ വീണ്ടും തെളിഞ്ഞു വരുന്നു. ഇരുട്ടിലിരുന്ന് ആരോ ഒരാൾ ആ പഴയ ലോഗിൻ ID ടൈപ്പ് ചെയ്യുന്നു. സ്ക്രീനിൽ പുതിയൊരു സന്ദേശം തെളിയുന്നു. പുതിയ ലക്ഷ്യം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. സമയം രാത്രി 2:17. നിഗൂഢതകൾ അവസാനിക്കുന്നില്ല. അവ പുതിയ രൂപത്തിൽ വേഷം മാറി വരികയാണ്. അടുത്തത് ആരാണെന്ന് ആർക്കറിയാം? നിങ്ങളുടെ അഭിപ്രായം കമന്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അടുത്ത ഒരു കേസുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.